Hi all, welcome to Wings to Win Education. ഫാക്ടർ പ്രൈസിംഗ്, അതർവൈസ് നോൺ ആസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഫാക്ടർ പ്രൈസിംഗ് അല്ലെങ്കിൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറയുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, പ്രൊഡക്ഷനിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 എണ്ണമാണ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സും എന്താണ്? പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇങ്ങനെ ഇത്തരം ഫാക്ടേഴ്സിന് എങ്ങനെയാണ് റെമ്യൂണറേഷൻ നൽകുന്നത്, ഏത് രീതിയിലാണ് ഈ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാക്ടർ പ്രൈസിംഗ് അല്ലെങ്കിൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലേബറിനെ എടുക്കാം. ലേബറിന് നൽകുന്നത് വേജ് ആണ് അല്ലേ? എങ്ങനെയാണ് വേജ് ഫിക്സ് ചെയ്യുന്നത്? ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഒരു മാർക്കറ്റിൽ, ലേബർ മാർക്കറ്റിൽ വേജ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ലാൻഡ് ആയാൽ റെന്റ്, എങ്ങനെയാണ് ലാൻഡിന് വേണ്ടിയിട്ട് റെന്റ് ഫിക്സ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്നത്? എങ്ങനെയാണ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്? അത്തരത്തിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമ്യൂണറേഷൻ ഏത് മാനറിലാണ്, ഏത് മാനറിലാണ് എന്നുള്ളതൊക്കെയാണ് ഫാക്ടർ പ്രൈസിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിങ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലും പ്രൊഡക്ഷനിലും ഒക്കെ കണ്ട പോലെ തന്നെ ഡിമാൻഡും സപ്ലൈ ആണെന്ത് ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസിങ് തീരുമാനിക്കുന്നത്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ അവിടെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫാക്ടർ പ്രൈസിംഗിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസിങ്ങും എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഫാക്ടേഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസിങ്ങും ഫിക്സ് ചെയ്യുന്നത്. ഇനി എത്രത്തോളമാണ് ഈ ഒരു ഫാക്ടേഴ്സിന്റെ ഡിമാൻഡ് എന്നുള്ളത്, ഏത് എക്സ്റ്റെന്റ് വരെയാണ് ഈ ഒരു ഫാക്ടേഴ്സിന്റെ ഡിമാൻഡ് എന്ന് തീരുമാനിക്കുന്നത്? ഈ ഫാക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഗുഡിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഫാക്ടേഴ്സിന്റെ ഡിമാൻഡ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ലേബേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരുപാട് സാധനങ്ങൾ മേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചപ്പൽ നിർമ്മാണ കമ്പനിയാണ്, ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്ന് വെച്ചോ. ഈ ചെരുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലേബേഴ്സ് തൊഴിലാളികൾ ആവശ്യമാണല്ലോ. ഈ തൊഴിലാളികളുടെ വേതനം എങ്ങനെ ഫിക്സ് ചെയ്യും? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ചെരുപ്പിന് മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ് എത്രയാണ്. അപ്പം ആ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ഫാക്ടറി യൂസ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഫാക്ടറിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടർ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ഒന്നിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് എന്ത്? ഫാക്ടർ പ്രൈസിംഗ് എന്ന് പറയാം. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫാക്ടറിന്റെ പ്രൈസിങ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ആ ഫാക്ടർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫാക്ടറിന്റെ പ്രൈസിങ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഡിമാൻഡ്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് എന്നുള്ളത് കണക്കാക്കുന്നു. അപ്പോൾ ഫാക്ടർ പ്രൈസിങ് എന്ന് പറയുന്ന ഫാക്ടറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്, നോട്ട് എ ഡയറക്റ്റ് ഡിമാൻഡ് അല്ല, അതൊരു ഡിറൈവ്ഡ് ഡിമാൻഡ്. കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് ചില കോൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ. ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്, APP എന്ന് പറയാം. ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ് എന്താണ്? ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് കാണുന്ന പോലെ തന്നെ, ആവറേജ് കോസ്റ്റ് കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കാണുന്ന പോലെ തന്നെയാണ് ആവറേജ് ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റിയും. ടോട്ടൽ ഔട്ട്പുട്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ നമ്പർ യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ. ആ ഒരു ഫാക്ടറിന്റെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ആ ഒരു ഫാക്ടറിന്റെ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫാക്ടറി കിട്ടും. ഒരു ഫാക്ടറിന്റെ ആവറേജ് പ്രൊഡക്ടിവിറ്റി, ഓരോ യൂണിറ്റിലും എത്രയാണ് ആ ഒരു ഫാക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ 2 ലേബേഴ്സ് ആണ് ഉള്ളത്. ആ 2 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഔട്ട്പുട്ട്, ആ ടോട്ടൽ ഔട്ട്പുട്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 ലേബേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഫാക്ടറി, ഓരോ നമ്പേഴ്സിന്റെ യൂണിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുക?
ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ 2 എന്നായിരിക്കും. 2 ലേബേഴ്സ് ആണ് ഉള്ളത്. അപ്പം ആ ഒരു ഫാക്ടറിന്റെ യൂണിറ്റ് കൊണ്ട് എത്ര ഫാക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ യൂണിറ്റ് കൊണ്ടാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൊഡക്ടിവിറ്റി കിട്ടും. ഇനി അടുത്തൊരു ടേമാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫാക്ടർ ഇസ് ദി ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. നമ്മുടെ മാർജിനൽ പ്രോഡക്റ്റ് കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കാണുന്ന പോലെ തന്നെ, മാർജിനൽ റവന്യൂ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ് ഈ ഒരു ഫാക്ടറിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റിയും കാണുന്നത്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ലേബറിന്റെ ആണെന്നുണ്ടെങ്കിൽ dx/dl, ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബറിൽ വരുന്ന ചേഞ്ച്. ഇനി ക്യാപിറ്റലിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ dx/dk, ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ച്. ഇതാണ് എന്ത് പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ്. എന്താണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് നോക്കാം. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫാക്ടറിനെ കൂടെ എംപ്ലോയ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ഫാക്ടർ എത്രയാണോ ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിന്റെ വാല്യൂ ആണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു ഫാക്ടറും കൂടെ എംപ്ലോയ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ഒരു അഡീഷണൽ ഫാക്ടർ എത്രയാണോ ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്, കൂട്ടിച്ചേർത്തിട്ടുള്ളത്, അതിനെയാണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് 100 ഒരു പേന ഉണ്ടാക്കുന്ന 10 തൊഴിലാളികൾ കൂടിയിട്ട് 100 പേന ഉണ്ടാക്കി. അഡീഷണൽ ആയിട്ട് ഒരു തൊഴിലാളിനെ കൂടെ എന്ത് ചെയ്തു? എംപ്ലോയ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ 100 പേനയിലേക്ക് എത്ര പേന ആഡ് ചെയ്യപ്പെട്ടു? ആ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള എംപ്ലോയി ഈ ഒരു നിലനിൽക്കുന്ന ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് 100 എന്ന് പറയുന്ന ഈ 100 എണ്ണം പേനകളിലേക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള തൊഴിലാളി മാത്രം എത്ര പേനകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് നമുക്ക് മറ്റൊരു ടൈമിലും കൂടെ പറയാം. എന്താണ്? മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റും മാർജിനൽ റവന്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? മാർജിനൽ റവന്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഇൻറ്റു മാർജിനൽ റവന്യൂ. അപ്പോൾ മാർജിനൽ റവന്യൂ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഇൻറ്റു മാർജിനൽ റവന്യൂ. ഇനി വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. ഈ മാർജിനൽ പ്രോഡക്റ്റിന്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? അത് ഈ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മാർജിനൽ പ്രോഡക്റ്റിന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ MPPനെ എന്ത് ചെയ്യണം? പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടു? MPPനെ MR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേസമയം വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? MPPനെ പ്രൈസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അല്ലെങ്കിൽ എക്സ് ആക്സിസിന് സമാനമായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതായത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റും വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും VMPക്കും MRPക്കും ഉള്ളത്. VMPയും MRPയും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. VMPയും MRPയും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ അല്ലെങ്കിൽ മോണോപോളിയുടെ കേസിൽ എന്താണ്? ആവറേജ് റവന്യൂവും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവും സെപ്പറേറ്റഡ് ആണ്. അതായത് രണ്ടും എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. AR കർവും MR കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പക്ഷെ എന്തല്ല? ഈക്വൽ അല്ല.
അതുകൊണ്ട് തന്നെ മോണോപോളിയിലെ MRPയും VMPയും എന്താണ്? സെപ്പറേറ്റഡ് ആണ്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ARഉം MRഉം എല്ലാം ഡിമാൻഡ് കർവും എല്ലാം എന്തായിരുന്നു? ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു സെയിം കർവ് ആയിരുന്നു. പക്ഷെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ARഉം MRഉം എന്താണ്? സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ MRPയും VMPയും എന്താണ്? സെപ്പറേറ്റഡ് ആണ്. ഇതാണ് VMPക്ക് താഴെയായിരിക്കും MRP സ്ഥിതി ചെയ്യുന്നത്. പ്രൈസ് ഈസ് ഹയർ ദാൻ അണ്ടർ മോണോപോളി or മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻ ദി പ്രോഡക്റ്റ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എന്താണ്? മോണോപോളിയിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലുമെല്ലാം പ്രൈസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ VMPയുടെ താഴെയാണ് എന്ത്? മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഉള്ളത്. വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റിന്റെ താഴെയാണ് MRP കർവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്? MRPയും VMPയും എന്താണ്? സെപ്പറേറ്റഡ് ആണ്, ഡൈവേർജ്ഡ് ആണ്. അതേസമയം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ MRPയും VMPയും ഐഡന്റിക്കൽ ആണ്, അല്ലെങ്കിൽ സെയിം കർവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഫാക്ടർ പ്രൈസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന് കീഴിൽ ഫാക്ടർ പ്രൈസിങ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, ഡിമാൻഡ് ഫോർ എ ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ നിന്നുമാണ് ഈ ഒരു ഫാക്ടർ പ്രൈസിന്റെ ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാക്ടറിന്റെ ആ ഒരു ഫാക്ടറും യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ നിന്നാണ് ഈ ഒരു ഫാക്ടർ പ്രൈസിങ് ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാക്ടർ പ്രൈസിങ് എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റിന്റെ ഫാക്ടർ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. Greater the demand for goods is a particular type of factor helps to make the greater the demand for that type of factor. അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഒരു ഫാക്ടർ പ്രൈസിങ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ഡിമാൻഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിമാൻഡ്, ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ ഒരു ഫാക്ടറിന്റെ പ്രൈസും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡുമായിട്ട്, പ്രോഡക്റ്റിന്റെ ഡിമാൻഡുമായി ഡിപ്പെൻഡഡ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? യൂട്ടിലിറ്റിന്റെ ബേസിലാണ് ഡിമാൻഡ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം യൂട്ടിലിറ്റി ഒരു കൺസ്യൂമറിന് ലഭിക്കുന്നു അതിന്റെ ബേസിലാണ് ഓരോ ഗുഡിന്റെയും ഡിമാൻഡ് വരുന്നത്. അതേസമയം ഫാക്ടറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കൂടുന്തോറും ഫാക്ടറിന്റെ ഡിമാൻഡും എന്ത് ചെയ്യും? കൂടും. ഒരു ഗുഡിന്റെ ഡിമാൻഡ് അതിന്റെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ യൂട്ടിലിറ്റിയാണ് എന്തിനെ തീരുമാനിക്കുന്നത്? ആ ഒരു ഡിമാൻഡിനെ, ഗുഡിന്റെ ഡിമാൻഡിനെ തീരുമാനിക്കുന്നത്. അതേസമയം ഫാക്ടറിന്റെ ഡിമാൻഡിനെ തീരുമാനിക്കുന്നത് ആരാണ്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയുടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷനെയാണ് ഫാക്ടറിന്റെ ഡിമാൻഡ് കർവ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ്, ഫാക്ടറിന്റെ ഡിമാൻഡ് കർവ് ആയിട്ട് എന്തിനെയാണ് കണക്കാക്കുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മാർജിനൽ റവന്യൂ കർവിന്റെ പോർഷനെയാണ് എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഡിമാൻഡ് ഫോർ എ ഫാക്ടർ ആയിട്ട് കണക്കാക്കുന്നത്. അതേസമയം സപ്ലൈ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? റിസോഴ്സ് ഓണർ എത്രത്തോളം ആ ഒരു നിലനിൽക്കുന്ന പ്രൈസിൽ ആ ഒരു റിസോഴ്സ് ഓണർ എത്രത്തോളം സെയിൽ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, അതിനെയാണ് ഫാക്ടറിന്റെ സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു വേജ് ഓണർ, ലേബർ യൂണിയനിലെ വേജ് ഓണർ എന്താണ്? ആ ഒരു നിലനിൽക്കുന്ന വേജിൽ എത്രത്തോളം ലേബേഴ്സിനെ സപ്ലൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് എ ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ ഓണർ ആ ലാൻഡിന്റെ നിലനിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ എത്രത്തോളം എംപ്ലോയ് ചെയ്യിപ്പിക്കാൻ, വിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ, അതിനെയാണ് സപ്ലൈ ഓഫ് എ ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത്. പ്രൈസും സപ്ലൈ ഓഫ് ദ ഫാക്ടറും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ് നിലനിൽക്കുന്നത്. അതായത് ഒരു ഫാക്ടറിന്റെ സപ്ലൈയും അതിന്റെ ആ ഫാക്ടർ പ്രൈസും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ് നിലനിൽക്കുന്നത്. ഷോർട്ട് റണ്ണിലെ പ്രോഡക്റ്റ് സർവീസസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽക്കുന്ന പ്രൈസിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് സപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ
പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് മാറും. പക്ഷെ ഷോർട്ട് റണ്ണില് ഒരു സപ്ലൈ കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല. കാരണം നമുക്കറിയാം പ്രൈസും സപ്ലൈയും എന്താണ് ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ലോവർ പ്രൈസിൽ ലോവർ ഡിമാൻഡ് ആയിരിക്കും ഫാക്ടറി സർവീസസ്, ലോവർ സപ്ലൈ ആയിരിക്കും ഫാക്ടറി സർവീസസ്. വേജ് കുറവാണെന്നുണ്ടെങ്കിൽ ലാബേഴ്സിന്റെ സപ്ലൈയും എന്തായിരിക്കും, കുറവായിരിക്കും. അതേസമയം വേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലാബേഴ്സിന്റെ സപ്ലൈയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഫ്രം ലെഫ്റ്റ് റൈറ്റിൽ നിന്നും അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ത് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഫാക്ടറി സർവീസസിന്റെ നമ്മൾ കണ്ടു ഡിമാൻഡ്, ഫാക്ടറി സർവീസിന്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം വേജ് കൂടുന്തോറും ലേബേഴ്സിന്റെ സപ്ലൈ കൂടും. അതുപോലെ തന്നെ ഏത് ഫാക്ടറി ആണോ ആ ഫാക്ടറിന്റെ പ്രൈസ് കൂടുന്തോറും എന്താണ് അതിന്റെ സപ്ലൈയും കൂടും. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. പക്ഷെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ഫേം എന്ന് പറയുന്നത് പ്രൈസ് ടേക്കർ ആണ്. മാർക്കറ്റിലെ പ്രൈസ് അഡോപ്റ്റ് ചെയ്യുക മാത്രമേ, അത് ടേക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൈസിൽ സെയിൽസ് നടത്തുക മാത്രമേ ആർക്ക് കഴിയൂ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേമിന് കഴിയും. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിലെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ലോങ് റണ്ണിലെ സപ്ലൈ കർവ് ഫാക്ടറി സർവീസസിന്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. MFC എന്ന് പറയുന്ന മാർജിനൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രൈസ് ഓഫ് ദി ഫാക്ടറിന് ഈക്വൽ ആയിരിക്കും. മാർജിനൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി ഫാക്ടറിന് ഈക്വൽ ആയിരിക്കും. എവിടെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണില് PF-ഉം MFC-യും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഫിഗർ ആണ് PF-ഉം MFC-യും കാണിക്കുന്ന ഒരു ഫിഗർ ആണ് അടുത്ത സ്ലൈഡിൽ നൽകിയിട്ടുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഫാക്ടർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കറിയാം MRP-യും MFC-യും നമ്മൾ കണ്ടു അല്ലെ, നേരത്തെ MRP-യും MFC-യും കണ്ടു. ഈ MRP-യും MFC-യും ഈക്വലൈസ് ചെയ്യപ്പെടുന്നത് വരെയാണ് പുതിയൊരു ഫാക്ടേഴ്സിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കും. MRP-യും MFC-യും എവിടെ ഈക്വലൈസ് ചെയ്യപ്പെടുന്നുവോ അവിടെയാണ്, അത്രയും പോയിന്റ് വരെയാണ് പുതിയ ഫാക്ടേഴ്സിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. MRP-യും MFC-യും ഈക്വലൈസ് ചെയ്യപ്പെടുന്ന പോയിന്റ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ച് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇനി MRP എന്ന് അതായത് ഈ ഒരു പോയിന്റിന്റെ മുമ്പാണ് ഒരു ഫേം ഫാക്ടേഴ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചോ. അതായത് MRP-യും MFC-യും ഈക്വലൈസ് ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് വരെയാണ് പുതിയ ഫാക്ടേഴ്സിനെ ഒരു ഫേം ആഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചോ. ആ സമയത്ത് MRP എന്ന് പറയുന്നത് MFC-നേക്കാൾ കൂടുതലായിരിക്കും. അതായത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് മാർജിനൽ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ആ സമയത്ത് എന്താണ്, മാർജിനൽ റവന്യൂ ഓഫ് പ്രൊഡക്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഫേമിനെ സംബന്ധിച്ച്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ച് അവർക്ക് ലാഭം കൂടുതൽ ഹയർ ചെയ്യുന്നതാണ്. കൂടുതൽ ലാബേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ ഫാക്ടർ സർവീസസ് ഹയർ ചെയ്യുന്തോറും അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ MRP MFC ഈക്വലൈസ് ചെയ്യപ്പെടുന്ന പോയിന്റ് വരെ ഫാക്ടർ സർവീസസിനെ ആഡ് ചെയ്യുന്നതാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു MRP-യും MFC-യും ഈക്വലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഫാക്ടർ സർവീസസിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഹയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് MFC MRP-നേക്കാൾ കൂടുതലായിരിക്കും. ആ സമയത്ത് അതായത് മാർജിനൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, റവന്യൂവിനേക്കാൾ കൂടുതലാണ്. അതെന്ത് ചെയ്യും, ആ പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ച്, ആ ഫേമിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ബാധിക്കും. കൂടുതൽ ഹയർ ചെയ്യും തോറും അവരുടെ പ്രോഫിറ്റ് എന്തായിരിക്കും, കുറഞ്ഞുകൊണ്ട് വരികയായിരിക്കും. അതുകൊണ്ട് തന്നെ MRP-യും MFC-യും ഈക്വലൈസ് ചെയ്യപ്പെടുന്ന ഏരിയയാണ് ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് അറിയപ്പെടുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന് അവരുടെ ഫേമിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇക്വലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണ്, MRP-യും MFC-യും ഈക്വൽ ആവുന്നത് വരെയാണ്. 2 കണ്ടീഷൻസ് ആണ് അതിനുള്ളത്. എന്തൊക്കെയാണ് ഇക്വലിബ്രിയത്തിനുള്ള കണ്ടീഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് MRP എന്താണ്, MFC-യും ഈക്വൽ ആകണം. MRP-യും MFC-യും എന്ത് ചെയ്യപ്പെടണം, ഈക്വലൈസ് ചെയ്യപ്പെടണം.
അതുപോലെ തന്നെ MRP curve must cut the MFC curve from above at equilibrium point. MRP curve എന്ത് ചെയ്യണം, മുകളിൽ നിന്നും വന്നിട്ട് എന്ത് ചെയ്യണം, MFC curveനെ കട്ട് ചെയ്യണം. അതായത് ഇവിടെ R എന്ന് പറയുന്ന പോയിന്റ് അല്ല, E എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ E എന്ന് പറയുന്ന പോയിന്റിലാണ് MRPയും MFCയും ഈക്വൽ ആവുന്നത്. R എന്ന് പറയുന്ന പോയിന്റിലും MRPയും MFCയും ഈക്വൽ ആണ്. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ എവിടെ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, E എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, MRP മുകളിൽ നിന്നും വന്നിട്ട് എന്ത് ചെയ്യുന്നത്, MFCനെ കട്ട് ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് MFC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് MRP എന്നുള്ളതാണ് ആ കണ്ടീഷൻ. അല്ലെങ്കിൽ MRP എന്ത് ചെയ്യണം, മുകളിൽ നിന്നും വന്നിട്ട് MFCനെ കട്ട് ചെയ്യണം. ആ ഒരു പോയിന്റ് എവിടെയാണ്, E എന്ന് പറയുന്ന പോയിന്റ് ആണ്. E എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത്, അതുകൊണ്ട് തന്നെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് E ആണ്. അതുകൊണ്ട് E എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു E എന്ന് പറയുന്ന പോയിന്റിൽ OQ എന്ന് പറയുന്ന ഫാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യപ്പെടുന്നത്. OQ എന്ന് പറയുന്ന ഫാക്ടർ ആണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫേം ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്നത്. OQ എന്ന് പറയുന്ന ഫാക്ടറെ OP എന്ന് പറയുന്ന പ്രൈസിലാണ്, കോൺസ്റ്റന്റ് പ്രൈസിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, സപ്ലൈ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എവിടെയാണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫാക്ടറിനെ സംബന്ധിച്ച് E എന്ന് പറയുന്ന പോയിന്റ് ആണ്. E എന്ന് പറയുന്ന പോയിന്റിൽ MRP is equal to value of the product is equal to MFC is equal to AFC is equal to price. ഇതെല്ലാം ഈക്വലൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, E എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിനെ സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് പോലെ തന്നെയാണ് ഫാക്ടർ മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഭാഗത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റ് മാർക്കറ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, ഇതേ സെയിം കണ്ടീഷൻ അല്ലേ, നമ്മുടെ ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെയായിരുന്നു എവിടെയും ഉണ്ടായിരുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലും ഉണ്ടായിരുന്നത്. അവിടെയും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഷോർട്ട് റണ്ണിൽ ഒരു ഫേം ലോസ് ആവാം, നോർമൽ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആവാം. അതുപോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിന്റെ കേസ് തന്നെയാണ് ഫാക്ടർ മാർക്കറ്റിനും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിലനിൽക്കുന്നത്. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റ് പോലെ തന്നെ ഫാക്ടർ മാർക്കറ്റും ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യാം, ലോസ് നേടാം, പ്രോഫിറ്റ് നേടാം, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നേടാം. പക്ഷെ ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ അച്ചീവ് ചെയ്യുകയുള്ളൂ, ഫാക്ടർ മാർക്കറ്റ് അച്ചീവ് ചെയ്യുകയുള്ളൂ. പ്രോഡക്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെയാണ് എന്ത്, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലോങ് റണ്ണിൽ അച്ചീവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റ് പോലെ തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ഫാക്ടർ മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷനും എന്താണ്, സെയിം തന്നെയാണ്. MC cuts MR from below എന്നുള്ളതായിരുന്നു എന്ത്, പ്രോഡക്റ്റ് മാർക്കറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, MRPയും MFCയും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വിലിബ്രിയത്തെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. പ്രോഫിറ്റ് കണ്ടീഷൻ പ്രോഡക്റ്റ് മാർക്കറ്റിനെ പോലെ തന്നെയാണ് ഫാക്ടർ മാർക്കറ്റിലും ഉള്ളത്. എവിടെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ. നെക്സ്റ്റ് വൺ, ഫാക്ടർ പ്രൈസിങ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ എങ്ങനെയാണ് ഫാക്ടർ പ്രൈസിങ് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ 3 സിറ്റുവേഷനിലാണ് നമ്മളിവിടെ ഫാക്ടർ പ്രൈസിങ് അനലൈസ് ചെയ്യുന്നത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫാക്ടർ പ്രൈസിങ് 3 കേസസിലാണ് അനലൈസ് ചെയ്യുന്നത്. ഒന്ന്, ഫാക്ടർ മാർക്കറ്റ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്. ഫാക്ടർ മാർക്കറ്റ് എന്താണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്. പക്ഷെ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്. ഇവിടെ ഒന്നാമത്തെ കേസ് എന്താണ്, ഫാക്ടർ മാർക്കറ്റ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്, പക്ഷെ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്താണ്, ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്. ഇനി അതേസമയം സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, സെക്കൻഡ് ക്രൈറ്റീരിയ, നമ്മൾ 3 കേസാണ് ഇവിടെ പഠിക്കുന്നത്. സെക്കൻഡ് കേസ് എന്താണ്, മോണോപ്സണി ഇൻ ദി ഫാക്ടർ മാർക്കറ്റ്. ഫാക്ടർ മാർക്കറ്റ് എന്താണ്, മോണോപ്സണിയാണ്. മോണോപ്സണി എന്ന് വെച്ചാൽ എന്താണ്, മോണോപ്സണി എന്ന് വെച്ചാൽ സിംഗിൾ ബയർ ആണ് മോണോപ്സണിയിൽ ഉണ്ടായിരിക്കും. മോണോപോളിയിൽ സിംഗിൾ സെല്ലർ ആയിരുന്നു, പക്ഷെ മോണോപ്സണിയിൽ സിംഗിൾ ബയർ ആണ്. അപ്പോൾ മോണോപ്സണി ഫാക്ടർ മാർക്കറ്റിൽ എന്താണ്, മോണോപ്സണിയാണ്. അതേപോലെ അതേസമയം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എവിടെ നിലനിൽക്കുന്നത്, പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. സെക്കൻഡ് കേസ് എന്താണ്, മോണോപ്സണിയാണ് ഫാക്ടർ മാർക്കറ്റിൽ, അതേസമയം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്
പ്രോഡക്റ്റ് മാർക്കറ്റിൽ. ദെൻ തേർഡ് കേസിൽ ഫാക്ടറി മാർക്കറ്റിൽ മോണോപ്സണി തന്നെയാണ്. അതേസമയം പ്രോഡക്റ്റ് മാർക്കറ്റ് എന്താണ്? മോണോപോളിയാണ്. ഇനി തേർഡ് കേസ് എന്താണ്? മോണോപ്സണി ഫാക്ടറി മാർക്കറ്റിലും മോണോപോളി പ്രോഡക്റ്റ് മാർക്കറ്റിലും. ഇനി ഈ 3 കേസസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. സെക്കൻഡ് കേസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമാണ് ഫാക്ടറി മാർക്കറ്റ്. പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവുമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഫാക്ടറി മാർക്കറ്റിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫാക്ടറി മാർക്കറ്റിൽ VMP കർവും MRP കർവും സെയിം ആയിരുന്നു. പക്ഷേ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ MR കർവും AR കർവും സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈവേർജ്ഡ് ആയിരിക്കും. MR കർവ് എന്ന് പറയുന്നത് AR കർവിന് താഴെയായിട്ടാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ MRP എന്തായിരിക്കും? VMPനേക്കാളും ചെറുതായിരിക്കും. VMP കർവിൻ്റെ താഴെയായിരിക്കും MRP കർവ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് MRP മസ്റ്റ് ബി ലെസ് ദാൻ VMP ആയിരിക്കും. MRPനേക്കാളും ലെസ് ദാൻ ആയിരിക്കും എന്ത്? VMP എന്ന് പറയുന്നത്. MRP ലെസ് ദാൻ P ആണ്. ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് ഇവിടെ നിലനിൽക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് കണ്ടീഷനാണ് ഫാക്ടറി മാർക്കറ്റിൽ. അതേസമയം മോണോപോളി കണ്ടീഷനാണ് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഈ സമയത്ത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ MR എന്തായിരിക്കും? ലെസ് ദാൻ P ആയിരിക്കും, അല്ലെങ്കിൽ MR ലെസ് ദാൻ AR ആയിരിക്കും. AR ആണ് P എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് MR ലെസ് ദാൻ AR ഓർ MR ലെസ് ദാൻ P ആണ്. ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. MRPയും MFCയും ഈക്വൽ ആകുമ്പോഴാണ്. ഇവിടെ AFCയും MFCയും ഈക്വൽ ആണ്. കാരണം ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമാണ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ആണ് എന്ത്? മോണോപോളിസ്റ്റിക് എന്ന് പറയുന്നത്. MRPയും MFCയും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഇവിടെ E എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് OP എന്ന് പറയുന്ന അല്ലെങ്കിൽ OW എന്ന് പറയുന്ന ഫിക്സ്ഡ് പ്രൈസിലാണ് എന്ത് ചെയ്യുന്നത്? വിൽപ്പന നടത്തുന്നത്. വിൽപ്പന മീൻസ് ഫാക്ടർ പ്രൈസ് തീരുമാനിക്കുന്നത് OW ആണ്. OQ എന്ന് പറയുന്ന ഫാക്ടർ, OW എന്ന് പറയുന്ന കോസ്റ്റ് ആണ് ആ ഫേമിന് ഏൺ ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ OQ എന്ന് പറയുന്ന ഫാക്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ QE എന്ന് പറയുന്നതാണ് ആ ഒരു ഫേമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. QE എന്ന് പറയുന്ന പ്രൈസാണ് ഫേം ഇൻകർ ചെയ്യുന്നത്. അതേസമയം MRP എന്ന് പറയുന്നത് QE ആണ്. പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ആ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് QA ആണ്. QA എന്ന് പറയുന്നത് QA ഈസ് ഗ്രേറ്റർ ദാൻ QE ആണ്. അതുകൊണ്ട് തന്നെ മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഏരിയയാണ് ഈ AE എന്ന് പറയുന്നത്. കാരണം OQ ഫാക്ടർ യൂസ് ചെയ്യുമ്പോൾ QE എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു ഫേമിൻ്റെ ഫിക്സഡ് പ്രൈസ് ഓർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? EA amount ആണ്. വാല്യൂ ഓഫ് ഹിസ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് EA എന്ന് പറയുന്നതാണ്. അതാണ് മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഈ ഒരു OQ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് MRP ഈസ് ലെസ് ദാൻ VMP ആണ്. MRPക്ക് താഴെയാണ് VMP സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് മോണോപോളിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. EAE എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ EA എന്ന് പറയുന്നതാണ് മോണോപോളിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് കേസാണ് മോണോപ്സണി ഇൻ ദി ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദി പ്രോഡക്റ്റ് മാർക്കറ്റ്. ഫാക്ടർ മാർക്കറ്റിൽ മോണോപ്സണി സിറ്റുവേഷനും അതുപോലെ തന്നെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷനുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം മോണോപ്സണിസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ബയർ ആണ്. ഒരു ഫാക്ടർ മാർക്കറ്റിലെ മോണോപ്സണി എന്ന് പറയുമ്പോൾ സിംഗിൾ ബയർ ആണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് എന്ന് പറയുന്ന AFC ആണ് സപ്ലൈ കർവ് ആയിട്ട് കണക്കാക്കുന്നത്. AFC എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. മോണോപ്സോണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, സിംഗിൾ ബയർ ഉള്ളത് കൊണ്ട് തന്നെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം ഹയർ പ്രൈസിൽ ഹയർ സപ്ലൈ നടക്കുകയും ലോവർ
പ്രൈസിൽ ലോവർ സപ്ലൈ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MFC കർവും AFC കർവും AFC കർവിൻ്റെ പോലെ തന്നെ MFC കർവും എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഒരു MFC കർവും ഇവിടെ MFC കർവും AFC കർവും എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇനി പ്രോഡക്റ്റ് മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ VMPയും MRPയും എന്താണ്, സെയിം ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ VMPയും MRPയും എന്താണ്, ഈക്വൽ ആണ്, സെയിം ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VMPയും MRPയും സെയിം ആണ്. ഫാക്ടർ മാർക്കറ്റിൽ മോണോപ്സണി സിറ്റുവേഷൻ ആയതുകൊണ്ട് AFC കർവും MFC കർവും എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. AFC കർവിനെയാണ് സപ്ലൈ കർവായി. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ VMPയെയും MRPയെയും കൺസിഡർ ചെയ്യാതെ തന്നെ ഫേമിന് എത്ര യൂണിറ്റ്സ് വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് നടത്താനാവും. ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ് എപ്പോഴാണ്, MFCയും MRPയും ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇവിടെ MFCയും MRPയും ഈക്വലൈസ് ചെയ്യപ്പെടുന്നത് E എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E ആണ്. ഇവിടെ E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ OK യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ OP എന്ന് പറയുന്ന പ്രൈസിലാണ് ഫേം ഹയർ ചെയ്യുന്നത്. OP എന്ന പ്രൈസിലാണ് OK യൂണിറ്റ്സ് ഓഫ് ലേബറിനെ അല്ലെങ്കിൽ ഫാക്ടർ സർവീസസ് ഒരു ഫേം ഹയർ ചെയ്യുന്നത്. ഇത്തരം കേസിൽ OK യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ സർവീസസ് എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നത് OP എന്ന് പറയുന്ന പ്രൈസിലാണ്. ഇനി ഇക്വിലിബ്രിയം പോയിന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് OK യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ സർവീസസിൻ്റെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, QE ആണ്. അതേസമയം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് AIFC അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് OP ആണ് അല്ലെങ്കിൽ QA ആണ്. ഈ MRPയും അതുപോലെ തന്നെ AFCയും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് QE - QA ദാറ്റ് ഈസ് EA എന്ന് പറയുന്ന ലെവലാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട്. നെക്സ്റ്റ് കേസാണ് മോണോപ്സണി ഇൻ ദി ഫാക്ടർ മാർക്കറ്റ് ആൻഡ് മോണോപോളി ഇൻ ദി പ്രോഡക്റ്റ് മാർക്കറ്റ്. ഫാക്ടർ മാർക്കറ്റിൽ മോണോപ്സണി സിറ്റുവേഷനും പ്രോഡക്റ്റ് മാർക്കറ്റിൽ മോണോപോളി സിറ്റുവേഷനുമാണ് നിലനിൽക്കുന്നത്. ഫാക്ടർ മാർക്കറ്റിലും പ്രോഡക്റ്റ് മാർക്കറ്റിലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണുള്ളത്. ഒരു ഫാക്ടർ മാർക്കറ്റിൽ മോണോപ്സണി സിറ്റുവേഷനും പ്രോഡക്റ്റ് മാർക്കറ്റിൽ മോണോപോളി സിറ്റുവേഷനുമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സമയത്ത് MRP എന്ന് പറയുന്നത് ഫേമിൻ്റെ MRP ലെസ് ദാൻ VMP ആയിരിക്കും. VMPക്ക് താഴെയായിട്ടാണ് MRP കർവ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം MFC ഈസ് ഗ്രേറ്റർ ദാൻ AFC ആയിരിക്കും. AFCനേക്കാളും കൂടുതലായിരിക്കും എന്ത്, MFC എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് രണ്ടും എന്താണ്, അപ്വേർഡ് സ്ലോപ്പിങ്ങും ആയിരിക്കും. ഫേം ഈസ് എൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് E എന്നുള്ളതാണ്. MFCയും MRPയും ഈക്വലൈസ് ചെയ്യപ്പെടുന്ന E എന്ന് പറയുന്ന പോയിന്റിലാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഇവിടെ OK എന്ന് പറയുന്ന ഫാക്ടർ സർവീസസ് QP എന്ന് പറയുന്ന പ്രൈസസിലാണ് എന്ത് ചെയ്യുന്നത്, ഫേം എംപ്ലോയ് ചെയ്യുന്നത്. QE എന്ന് പറയുന്നതാണ് അതിൻ്റെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് QE ആണ്. അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് QP ആണ്. ഇനി ഇവിടെ മോണോപ്സോണിസ്റ്റിക് പൊസിഷൻ ഇൻ ദി ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, ഫാക്ടർ മാർക്കറ്റിലെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് മോണോപ്സണിയും മോണോപോളിയും ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ലെവൽ ഇവിടെ കുറച്ച് ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്. QE - QP അല്ലെങ്കിൽ EP - QP എന്നുള്ളതാണ് ഇവിടെ മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് വരുന്നത്. EP ലെവലാണ് അല്ലെങ്കിൽ PE ലെവലാണ് മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. അവിടെ ഈ PE എന്ന് പറയുന്നത് ലെസ് ദാൻ ചെറുതായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ലെവലാണ് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മാർക്കറ്റിൽ മോണോപോളിസ്റ്റിക് പൊസിഷനും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോണോപോളിസ്റ്റിക് പൊസിഷനും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മോണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷനും കൂടെ ഇതിൽ വരും. കാരണം MRP എന്ന് പറയുന്നത് VMPനേക്കാൾ ചെറുതാണ്. അതായത് VMP വരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പ്രോഡക്റ്റ് മാർക്കറ്റിൽ മോണോപോളിസ്റ്റിക് സിറ്റുവേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ PE എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിൽക്കുന്നില്ല. ഇതിൻ്റെ
VMP ലെവലിലേക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നീങ്ങും. അപ്പോൾ QA മൈനസ് QP ആയിട്ട് മാറും എന്ത് എക്സ്പ്ലോയിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് AP എന്നുള്ള ഒരു ലെവലിലേക്ക് ഇതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ലീഡ് ചെയ്യിപ്പിക്കും. അതായത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ മോണോപോളിസ്റ്റിക് സിറ്റുവേഷനും ഫാക്ടറി മാർക്കറ്റിൽ മോണോപ്സണിയും കൂടെ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഡബിൾ ആയിട്ട് മാറും. എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യും കൂടും എന്നുള്ളതാണ് ഫൈൻഡിങ് ആയിട്ട് കണ്ടെത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.